ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോഴത്തെയും പോലെ ഗീതാ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ 40 ശ്ലോകഃ. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. അല്ലയോ അർജുന, ഈ കർമ്മയോഗ നിഷ്ഠയിൽ തുടങ്ങിവെച്ച കർമ്മത്തിനൊന്നും നാശമേയില്ല, പാപം സംഭവിക്കുകയുമില്ല. ഈ ധർമ്മത്തിൻ്റെ വളരെ ചെറിയ തോതിലുള്ള ആചരണം പോലും വലിയ ഭയത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. നാമത്തിലേക്ക് പോകാം. നാമം 484. ഡാകിനീശ്വരി. ഡാകിനിയായിട്ടുള്ള ഈശ്വരിയെ ഡാകിനീശ്വരി എന്ന് വിശേഷിപ്പിക്കാം. നാം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടുവന്നിരുന്ന ത്വക്കിൻ്റെ അധിഷ്ഠാന ദേവത ഇവിടെയാണ് അനാവൃതമായിരിക്കുന്നത്. ഇത് തന്നെ ഡാകിനിക്ക് ഈശ്വരിയായിട്ടുള്ളവളും ഡാകിനീശ്വരിയാണ് എന്ന് പറയാട്ടോ. ഡമര എന്ന നാമത്തിൽ നിന്നാണ് ഡാമരയും ഡാകിനിയും ഉദ്ഭവിച്ചത്. ഡമര എന്നാൽ കളകളാരവം, ഒച്ചപ്പാട്, ലഹള, അദ്ഭുത വിഷയം എന്നൊക്കെ അർത്ഥങ്ങൾ. ഇതെല്ലാം ഉണ്ടാക്കുന്ന ശക്തിയെ ഡാകിനി അല്ലെങ്കിൽ ഡാമര എന്ന് പറയാം. നമ്മുടെ കണ്ഠവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ രവങ്ങൾ ഉരുവപ്പെടുന്ന അദ്ഭുത വിഷയമായിട്ട് കണ്ഠത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ നാമം ഉപസംഹരിക്കപ്പെടുകയാണ്. ഇവിടെ അദ്ഭുതം എന്ന വിശേഷണത്തിനും അർത്ഥതലങ്ങളുണ്ട്. എന്തെന്നാൽ ഇത്രയും വിശുദ്ധവും വൈശിഷ്ട്യവുമായ കണ്ഠം എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയുള്ള കണ്ഠത്തെ ഇങ്ങനെയുള്ള ജോലികൾക്ക് നിയോഗിക്കുന്ന മഹാശക്തി അത് നമ്മുടെ ആത്മാവോ അല്ലെങ്കിൽ വിശ്വാധാരമായിട്ടുള്ള കാലമോ ആകുന്നു. ജീവജാലങ്ങൾക്കെല്ലാം കണ്ഠം തന്നെയാണ് ശക്തി സ്രോതസ്. അതിൽ തന്നെ കരജീവികൾക്ക് കണ്ഠമെന്നത് ഒരാകൃതിയിൽ നിലകൊള്ളുകയാണ്. ഇനി മറ്റൊരർത്ഥം നോക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്വരാക്ഷരങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നു ഇല്ലേ? ഈ നാമങ്ങളൊക്കെ സ്വരാക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളുടെ എല്ലാം അധിദേവത ഡാകിനി സ്വരൂപത്തിലാണ്, അതായത് ശബ്ദസ്വരൂപത്തിൽ. നമ്മുടെ വിശുദ്ധി ചക്ര നിലയം ഡാ എന്ന ആകൃതിയിലാണ് നിലകൊള്ളുന്നത്. കഴിഞ്ഞ നാമാർത്ഥങ്ങളെയൊക്കെ ഈ നാമത്തോടനുബന്ധമാക്കിക്കൊണ്ട് നമ്മുടെ കാൽപ്പനികതയിലൂടെ നോക്കാം. വിശുദ്ധി ചക്രനിലയെയും ഒറ്റമുഖത്ത് ത്രിലോചനങ്ങളെ വെച്ചിട്ടുള്ളവളും ചതുർബാഹുക്കളിൽ ഖഡ്വാംഗം മുതലായ ആയുധങ്ങൾ ഏന്തിയിട്ടുള്ളവളും മൊത്തം രക്തവർണ്ണയുമായിട്ടുമുള്ള ഡാകിനി ദേവി അമൃതാദി 16 ശക്തികളോടുകൂടെ ത്വക്ക് എന്ന രാജ്യത്തിലാണ് അധിവസിക്കുന്നത്. ആ ദേവിക്ക് പ്രിയമായിട്ടുള്ള നൈവേദ്യം എന്താണ്? പായസച്ചോറ്. ഇന്ദ്രിയ ലോകത്ത് ഭയത്തെ ജനിപ്പിക്കുന്ന ഈ ദേവി ദശമഹാവിദ്യകളിൽ ഒന്നായ ഛിന്നമസ്താ ദേവിയുടെ 2 മന്ത്രിണിമാരിൽ ഒരാൾ കൂടെയാണ്. വാരിണിയും ഡാകിനിയുമാണ് ഛിന്നമസ്തയുടെ 2 മന്ത്രിണിമാർ. അസുര നിഗ്രഹത്തിന് ശേഷം രക്തം സേവിച്ച ദേവിക്കും ദേവിയുടെ മന്ത്രിണിമാർക്കും ആ രക്തം കൊണ്ടൊന്നും തൃപ്തി വന്നിരുന്നില്ല. അന്നേരം ദേവി എന്തു ചെയ്തെന്നോ, സ്വയം തലയറുത്ത് കൊണ്ട് കയ്യിൽ വെച്ചിട്ട് ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന രക്തം തൻ്റെ മന്ത്രിണിമാർക്കും സ്വയം തനിക്കും സേവിക്കുവാനായിട്ട് വിനിയോഗിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ദേവിക്ക് ഛിന്നമസ്ത എന്ന നാമം വീണത്. തന്നിലെ അഹങ്കാരത്തെയും രാജസിക ശക്തിയെയും സ്വയം മനസ്സിലാക്കി ക്ഷയിപ്പിക്കുക എന്നതാണ് അതിൻ്റെ സന്ദേശം. അപ്പോൾ മാത്രമേ കുണ്ടലിനിയിലേക്കുള്ള പ്രയാണം സുസാധമാവുകയുള്ളൂ. കുണ്ടലിനി സാധനയിൽ രുദ്രഗ്രന്ഥിയെ ഭേദിക്കുന്ന ദേവത കൂടെയാണ് ഛിന്നമസ്ത. ഡാകിനി ദേവിയുടെ ഈശ്വരി എന്ന വ്യാഖ്യാനത്തിലൂടെ ഛിന്നമസ്ത ദേവിയെയും നമുക്ക് അർത്ഥതലമായിട്ട് സ്വീകരിക്കാം. അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ നിരവധി പേർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പം നമ്മുടെ നാമത്തിലും ആ ചിത്രം വരുന്നുണ്ട് കേട്ടോ. ഇനി ഡാകിനികൾക്ക് ഈശ്വരിയായിട്ടുള്ള ദേവി പ്രഭാവത്തെ പറയാം. ശരീരത്തിലെ 24 തത്വങ്ങളിലായിട്ട് അധിവസിക്കുന്ന ദേവതമാരെ ഡാകിനികൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഡാകിനികൾക്ക് ഈശ്വരിയായിട്ട് ഇരിക്കുന്നത് ശിവശക്തി സമന്വിതമായിട്ടുള്ള നമ്മുടെ എല്ലാം ശരീരങ്ങൾ തന്നെയാണ്. അതിൻ്റെ പ്രതീകം 24 ഇതളുകളുള്ള താമരപ്പൂവാണ്.
അതിൽ 4 ദിക്കുകളുടെയും ഇടയ്ക്കായിട്ട് 6 ദേവതമാരായിട്ടാണ് ഡാകിനികളെ സങ്കല്പിക്കുന്നത്. ഡാകിനീശ്വരി ഓരോരോ സങ്കല്പങ്ങളിൽ ഓരോരോ സ്വത്വങ്ങളാണ്, അതായത് വ്യക്തിത്വങ്ങൾ. വജ്രയാന ബുദ്ധമതത്തിലെ ഗഗനചാരിണിയായ ഡാകിനി ധർമ്മദേവതാ സങ്കല്പമാണ്. പുരാണങ്ങളിൽ കാളിയുടെ അവതാരമാണ് ഡാകിനി. 8 യോഗമാതൃക്കളിൽ ഒരാളും കൂടെയാണ് ഡാകിനി. ചില രാജ്യങ്ങളിൽ വിജ്ഞാന ദേവതയും സംജ്ഞയുടെ ദേവതയും ഡാകിനിയാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ, നമ്മുടെ ശബ്ദം. ആ ശബ്ദത്തെ മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ ഇവയ്ക്കുള്ള ദൈവിക ദർശനമാണ്. ആ ദാർശനിക തലം ആത്യന്തികമായിട്ട് ജീവികുലത്തിൻ്റെ നന്മയെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. നാമം ഇനി അവസാനിപ്പിക്കാം. നാമത്തിലൂടെയുള്ള ചിന്ത, ശബ്ദം എന്നൊക്കെ പറഞ്ഞു അല്ലേ? ശബ്ദം എങ്ങനെയാണ് വരുന്നത്? അക്ഷരോപാസനയിലൂടെയാണ് ശബ്ദത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെയുള്ള ധർമ്മം അറിയുന്നിടത്തായിരിക്കണം ഡാകിനിയിലെ ഈശ്വരീയത തെളിയുന്നത്. നമസ്കാര ശബ്ദം ഓം ഡാകിനീശ്വര്യൈ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി. ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.